കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല സൂപ്പർ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതും ഇതുപോലെ ചട്ടിയിലേക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് പട്ട, ഒരു 2 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 30 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പച്ചമുളക്, ഇപ്പം ചെറിയ പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇതുകൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇത് വഴരണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. എന്നാലേ നമുക്ക് ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. ഇത് ആദ്യമേ ചേർത്ത് കൊടുക്കാത്തത് ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഉള്ളി ഒരു പകുതി വേഗമായതിന് ശേഷം ഇത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പം നല്ല കളറായിരിക്കും, എരിവും കുറവായിരിക്കും. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ആ അരപ്പൊക്കെ നന്നായിട്ട് ചിക്കനിൽ പൊതിയത്തക്കവണ്ണം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്ത് അടച്ച് അങ്ങ് വെക്കാം. ഞാനിതിലേക്ക് ഗരം മസാല പൊടിയൊന്നും ചേർക്കുന്നില്ല. ആദ്യം സ്പൈസസ് ചേർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.